നിങ്ങൾ നോക്ക്, കളവ് എത്രമാത്രം പെരുത്തിട്ടുണ്ട്. എന്തെല്ലാം വാർത്തകളാണ് ആളുകൾ പറഞ്ഞും മെസ്സേജായൊക്കെ അയച്ചുവിടുന്നത്. മിക്കതും ആലോചിച്ചു നോക്കുമ്പോ, പഠിച്ചു നോക്കുമ്പോ, കേട്ടു നോക്കുമ്പോ പിന്നീട് പലതും പതുക്കെ തിരുത്താണ്. അപ്പൊ ആദ്യം എഴുതി വിട്ടതും കുറെ ആളുകളെ കേൾപ്പിച്ചതും അവര് വിശ്വസിച്ചതും അവര് തെറ്റിദ്ധരിച്ചതും ഒക്കെ കൂട്ടി നോക്കുമ്പോ എത്രമാത്രം വലിയ കളവായി. വിശ്വാസത്തോട് ചേരാത്ത, ഒരിക്കലും ചേർക്കപ്പെടാൻ പറ്റാത്ത വിഷയമാണിത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രവർത്തന രംഗത്ത് സ്വഹാബത്തൊക്കെ പേടിച്ചിരുന്നൊരു സന്ദർഭമുണ്ട്. ഇപ്പോഴും നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ പല ആളുകളെയും അവർ വിലയിരുത്തും. സ്വഹാബത്ത് പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കും, ജമാഅത്തിലേക്ക് നോക്കും. ഇശായിന്റെ ജമാഅത്തിന് കാണുന്നില്ല, സുബീന്റെ ജമാഅത്തിനും കാണുന്നില്ല. അപ്പൊ അവര് പറയും ആൾക്കെന്തോ നിഫാഖ് ഉണ്ട്. അങ്ങനെ വിലയിരുത്തിയാല് ഔട്ടായി പോകുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും, അകത്തുള്ളവർ എത്ര ഉണ്ടാവും, ചിന്തിച്ചു നോക്കി. പ്രത്യേകിച്ച് ഈ സമയത്ത് സുബൈ വാങ്ങൊരു 4:30 കൊടുക്കുമ്പോ സുബൈ നിസ്കരിക്കുന്നുണ്ടോ നോക്കിയിട്ടല്ല കേട്ടോ, പിന്നെ ജമാഅത്തിന് വരുന്നത് നോക്കിയിട്ട്. ആരെ? പുരുഷന്മാരെ വീക്ഷിക്കുന്നത്. സ്വഹാബത്ത് അങ്ങനെ തീരെ അങ്ങനെ കാണാത്ത ആളുകളെ പറ്റിയിട്ട് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ, നിഫാഖിന്റെ സ്വഭാവം. നിഫാഖിന്റെ ഒരു സ്വഭാവം ഉണ്ട് ആൾക്ക്. എന്തേ? സുബൈന്റെ ജമാഅത്തിന് തീരെ കാണില്ല, ഇശായിന്റെ ജമാഅത്തിന് തീരെ കാണില്ല. അന്ന് സൗകര്യങ്ങൾ കുറഞ്ഞ കാലത്താണ് വിലയിരുത്തല്. ഇന്ന് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പവർഫുള്ളായി നിൽക്കുന്ന കാലത്തെ വിലയിരുത്തുമ്പോ പിന്നെ അങ്ങനെ കണക്കാക്കാൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ കണക്കാക്കപ്പെടുന്ന ആൾക്കാർ എത്ര കുറയും. ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല, മഹാന്മാരായ സ്വഹാബത്തിന്റെ വീക്ഷണം അങ്ങനെയായിരുന്നു. അവരൊരാളെ പരിഗണിക്കുന്നു, നോക്കുന്നു, അങ്ങനെയാണ്. കാരണം മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നിസ്കാരമാണ്, ജമാഅത്താണ്, ഇശാന്റെ ജമാഅത്ത്, സുബീന്റെ ജമാഅത്ത്. അന്നത്തെ കാലത്ത്. ഇന്നു സംഗതി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഉൾക്കൊണ്ടാലും വേണ്ടി ഉൾക്കൊള്ളുണ്ടെങ്കിലും വേണ്ടില്ല, വിഷയങ്ങൾ പഠിക്കണല്ലോ. ഈമാന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പുരുഷന്മാര് എഴുന്നേറ്റ് സുബ്ഹിന്റെ ജമാഅത്തിന് പള്ളിയിൽ വരിക എന്നുള്ളത് ഈമാനിന്റെ ഒരു പ്രത്യേക അടയാളമാണ്. അതൊരു ഈമാൻ തന്നെയാണ്, സമ്മതിക്കേണ്ടതന്നെയാണ്. അപ്പൊ ഉസ്താദെ, ആ പള്ളിയിൽ വരുന്ന ആൾക്കാർ കുറെ കുഴപ്പമുണ്ടായിക്കോട്ടെ, കുഴപ്പമില്ലാത്തവർ ആരവിടെ? ആ കുഴപ്പങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു മാർഗം കൂടിയാണ് ആ വരവ്. സ്വന്തം വീട്ടിൽ ഉറങ്ങാനുള്ള സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഉറങ്ങിയാൽ വീട്ടിലെ കുടുംബിനികൾ ആക്ഷേപിച്ചത് കൊണ്ടുമല്ല, പിന്നെയോ ഈമാനിന്റെ മൂർച്ച കൊണ്ട് നടന്നിറങ്ങുന്നു. അയൽവക്കക്കാരൊക്കെ വീട്ടിൽ നിന്നിറങ്ങുന്ന ജോലിക്ക് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ പഠനത്തിനോ മറ്റോ പോകുമ്പോഴാണ്. ഈ വ്യക്തി അങ്ങനെയല്ല. അയാള് സുബ്ഹിന്റെ വാങ്ക് കൊടുത്തു കഴിഞ്ഞ് ജമാഅത്താകുമ്പോഴേക്ക് പള്ളിയിലെത്തുന്നു, ഉള്ള സൗകര്യങ്ങൾ മാനിച്ചെത്തുന്നു. ആ മനുഷ്യനെ വിലയിരുത്തുന്നത് ഈമാനിന്റെ പേരിലാണ്. ഞാൻ എന്റെ സഹോദരന്മാരോട്, പുരുഷന്മാരോട് ഈ വിഷയം പറയുമ്പോ, ഉമ്മമാരെ, നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ കാലത്തെ ഉമ്മമാർ, പഴയകാലത്തെ പത്നിമാർ, ഇണകൾ, അവരുടെ ഭർത്താക്കന്മാര് സ്വർഗത്തിലും കൂടെയുണ്ടാകണമെന്ന സന്തോഷത്തോടെ സുബ്ഹി വാങ്ങ് കൊടുക്കുമ്പോഴേക്ക് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ പ്രചോദനം നൽകുമായിരുന്നു. നിങ്ങളൊന്ന് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചു വരൂ എന്നൊരു സംസാരം കേൾക്കുന്നത് ഇപ്പോൾ കുറവാണ്. ജുമയാണെങ്കിലൊക്കെ ചോദിക്കും, നിങ്ങൾ ജുമയ്ക്ക് പോകുന്നില്ലേന്ന്. ജുമയ്ക്ക് മാത്രമല്ല, മുമ്പ് ജമാഅത്തിന് പോകാൻ വേണ്ടി സ്വന്തം മക്കളോട് നിർദ്ദേശിക്കുന്നു, മരുമക്കളോട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട്, ഉപ്പമാരോട് നിർദ്ദേശിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്, അതിനുവേണ്ടി പ്രചോദനങ്ങൾ നൽകുകയാണ്. നേരത്തെ എഴുന്നേറ്റ് അവരെ വിളിച്ചുകൊണ്ട് അവർക്ക് പോകാൻ നല്ല ഒരു ചായയും മറ്റുമൊക്കെ കാച്ചി കൊടുക്കുകയാണ്. സന്തോഷപുരസ്സരം പള്ളിയിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി 5:30 വാങ്കാകുമ്പോ നമ്മുടെ പള്ളികളിലൊക്കെ 2 സഫ് അല്ലെ,
അതിന് 5:30 വാങ്ക്. അതുവരെ പടച്ചോനോട് പറ ചെറിയൊരു വിശ്രമം, ഒന്നും കരുതരുത് കേട്ടോ, ചെറിയൊരു വിശ്രമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വരണം. ഇപ്പൊ 4:37 കൊടുക്കണ ആ സൂചി ഒന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ചിങ്ങനെ വരണം. എന്നിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോ പതുക്കെ നീ പോകേതാലും. കാരണം നമ്മളെ വാച്ചിലെ ആ സൗണ്ട് മുഴങ്ങുന്ന സമയം ഇപ്പോഴാണ് കൃത്യമായത്. നമ്മളെ വാച്ചിലെ സൗണ്ട് മുഴങ്ങൽ എപ്പോഴാണെങ്കിലും 5:45 അപ്പൊ ഇപ്പോഴാകുമ്പോ 5:30 വാങ്ങ് കൊടുത്താൽ 5:45 ആകുമ്പോഴേക്ക് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ എത്തുന്നു. വിശ്വാസത്തിന്റെ ദൗർബല്യം കൊണ്ടാണ്. ഈമാനുള്ള മനുഷ്യനെ അങ്ങനെ കിടന്നുറങ്ങാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ എത്ര കുറവായിരിക്കുമല്ലോ, അത്ര കുറവേ ഉണ്ടാവുള്ളൂ. ഈമാന് ശരിക്ക് പരിപോഷിപ്പിച്ചു കൊണ്ടു നടക്കുന്ന ആളുകൾ ഒരു നാട്ടിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞ ഹദീസിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ആദം നബിയെ, നിങ്ങളുടെ മുതുകിൽ നിന്നാണല്ലോ സർവ്വ മനുഷ്യരെയും ഞാൻ ഭൂമിയിലേക്ക് വിട്ടത്. ആ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള വിഭാഗത്തെയും സ്വർഗത്തിലേക്കുള്ള വിഭാഗത്തെയും ഒന്ന് പുറത്തെടുക്കൂ ആദം നബിയേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എത്രയാണ് അതിന്റെ കണക്ക്? ആ സമയത്ത് അല്ലാഹു പറയുന്നത്, മിൻ കുല്ലി അൽഫിൻ 999 ഇലന്നാർ. 1000 സംഖ്യയിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് 999 നരകത്തിലേക്ക് പോകട്ടെ, 1 സ്വർഗത്തിലേക്ക് പോകട്ടെ. ഇവിടെയാ നമ്മൾ വിലയിരുത്തേണ്ടത് വിശ്വാസ രംഗത്തുള്ള കുറവ്. നോക്കൂ സഹോദരങ്ങളെ, 1000 ആളുകളെ നരകത്തിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ 1 മെമ്പർ മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. ശരീരത്തിന്റെ കുറവാണോ? അല്ല. സൗന്ദര്യത്തിന്റെ കുറവാണോ? അല്ല. സൗകര്യങ്ങളുടെ കുറവാണോ? അല്ല. ഈമാനിന്റെ കുറവാണ്. വേറെ ഒന്നുമല്ല, ഈമാനിന്റെ ഒരു കുറവാണ്. 10,000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ 10 ആളുകളെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾ നല്ല കരുതലോടെ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഒരിക്കലും ലാഘവത്തോടെ കണ്ടു കളിക്കരുത്. ഉള്ള ആയുഷ്കാലം ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി വേണ്ട തഖ്വ സ്വീകരിക്കണം. ആ തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ എന്ത് കഠിനാധ്വാനവും നമ്മൾ ചെയ്യണം. ഉമ്മമാരെ, ആ തഖ്വയുടെ അടയാളങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, ഈമാനിന്റെ എതിർചേരികളായിട്ടുള്ള കുഫ്ർ, നിഫാഖ്, റിദ്ദത്ത് ഇതൊന്നും വരരുത്. പരത്തി പറയേണ്ടതാണ്. ഞാൻ സൂചനക്ക് പറയട്ടെ, മുർത്തദ്ദാകുന്ന കാലം അതിക്രമിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില്ലറ വിവരങ്ങളുള്ള ആളുകൾ വരെ റിദ്ദത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു. ഒരു വാക്കാണ് അതിന് കാരണം, ഒരു ചിന്തയാണ് അതിന് കാരണം, ഒരു എഴുത്താണ് അതിന് കാരണം, ഒരൊറ്റ മെസ്സേജാണ് അതിന് കാരണം. മുർത്തദ്ദായി പോകുന്നു. ഒരു ദിവസം ഒരുപാട് ആളുകൾ, കൊല്ലങ്ങളോളം ഈമാനിലായി നടന്ന ആളുകൾ രാവിലെയാകുമ്പോഴേക്ക് ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നു. നീ അറിഞ്ഞോ? എന്ത്? ഇന്നലെ രാത്രി ഒരാൾ മുർത്തദ്ദായി, നീ അറിഞ്ഞോ? അഥവാ അയാൾ യുക്തിവാദിയായി, നിരീശ്വരവാദിയായി ജനങ്ങൾ കേൾക്കുന്നു. അയാളോ കുറച്ചൊക്കെ വിവരമുള്ള ആളല്ലേ. നമ്മൾ നല്ലോണം കഠിനാധ്വാനം ചെയ്ത് അള്ളാഹു നൽകുന്ന ഇൽമു നല്ലോണം സൂക്ഷിക്കണം. വീണ്ടും വീണ്ടും ഇൽമിയായ കാര്യങ്ങൾ കൂടുതലാക്കണം. റിദ്ദത്തിന്റെ വിഷയങ്ങൾ ധാരാളമുണ്ട്. നിസ്സാര കാര്യങ്ങളെ കൊണ്ടുവരെ ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകും. നീ നിസ്കരിക്കാൻ വരുന്നില്ലേ എന്ന് ഒരാളെ വിളിച്ചപ്പോ, നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചോദ്യമില്ലേ? ഒരു ചോദ്യം. നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ? നോമ്പ് നോറ്റിട്ട് എന്ത് കിട്ടാനാണ്? ഇത് കൊണ്ടൊന്നും സമ്പത്ത് കിട്ടൂലല്ലോ എന്നൊരാളിൽ ആഗവത്തോടെ പറഞ്ഞാൽ
നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള വാക്കുകൊണ്ട് അയാൾ മുർത്തദ്ദായി പോകുന്നു ഞാൻ പറഞ്ഞതല്ല. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്നു. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്നു രിദ്ദത്തിന്റെ കാര്യങ്ങൾ. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയാണ്, ഞാൻ നിങ്ങളെ ഇസ്ലാമിനെ പറ്റി പഠിച്ചപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്ന് സന്തോഷത്തോടെ ജീവിക്കണം. അപ്പൊ ഒരു മുസ്ലിം പറയാണ്, വെറുതെ അതിൽ പോയി കുടുങ്ങാൻ നിൽക്കണ്ട കേട്ടോ, ഈ പറഞ്ഞ ആൾ ഔട്ടായിപ്പോയി. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അയാൾ ആ കുഫറിൽ നിൽക്കുന്നതാണ് ഇയാൾക്ക് ഇഷ്ടം എന്നല്ലേ? അതല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ഔട്ടായിപ്പോയി. ഉസ്താദെ ആളങ്ങനെ കരുതൂലല്ലോ, പിന്നെ എങ്ങനെ പറയണ്? ഈ പറച്ചിലതിന്റെ തെളിവല്ലേ? നീ സുഹൃത്തെ പെട്ടെന്നൊന്നും അങ്ങനെ മാറണ്ട, നല്ലോണം ചിന്തിച്ച് മാറിക്കോ. നിയമങ്ങളൊക്കെ കുറച്ച് കാർക്കശ്യാണ്. അപ്പൊ ഈ നിയമങ്ങളൊന്നും പരിഗണിക്കാനും പരിപാലിക്കാനും എനിക്ക് കഴിയില്ല എന്നൊരു ഭാഷ അതിന്റെ ഉള്ളിലുണ്ട്. ഇസ്ലാമിനെ പറ്റി ഒന്ന് പറഞ്ഞു തരുമെന്ന് നമ്മളോടൊരാൾ ചോദിക്കുമ്പോ അതൊന്നും ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റിയൊരു സംഗതിയല്ല. ഇസ്ലാമിനെ പറ്റി നീ അങ്ങനെ പഠിച്ചിട്ട് വെറുതെ അങ്ങോട്ട് മുസ്ലിമാകാൻ നിൽക്കണ്ട, നിനക്കൊണ്ടൊന്നും താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളെ കൊണ്ട് ഇസ്ലാം ഏറ്റു നടക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം. അപ്പൊ മറ്റൊരാള് കുഫറിൽ നിൽക്കുന്നത് ഇവന് ഇഷ്ടാണ്, സന്തോഷാണ്. അതുകൊണ്ടാണ് ആ വർത്തമാനം പറഞ്ഞത്. ഇത്ര മതി സഹോദരങ്ങൾ, ചെറുതുമതി. ഇസ്ലാമിന്റെ നിർബന്ധമായൊരു നിയമം നിങ്ങൾ നോക്ക്, നിർബന്ധമായൊരു നിയമം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നമ്മുടെ സഹോദരിമാരൊക്കെ തലയിൽ തട്ടമിടൽ ഇസ്ലാമികമായ വിഷയത്തിൽ വീക്ഷണത്തിൽ എന്താണ്? ഉജൂബല്ലേ? നിർബന്ധല്ലേ? സുന്നത്താ? നിർബന്ധാണ്. അപ്പൊ ആ തട്ടമിടുന്ന വിഷയം ഒരു പെണ്ണങ്ങോട്ട് എതിർത്തു എന്ന് കൂട്ടിക്കൊള്ളു, മുഖമക്കന ധരിക്കുന്ന അങ്ങോട്ട് എതിർത്തു. ആ ഒരു വിഷയത്തിൽ മാത്രം ഇസ്ലാമിനെ തേജോവധം ചെയ്തു. അപ്പൊ അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരു നിർബന്ധത്തെ ചോദ്യം ചെയ്ത് അതിനെ നിസ്സാരവൽക്കരിച്ച് അവഗണിച്ച് തള്ളി ഇസ്ലാമിനെതിരെ കരിവാരിത്തേച്ചാൽ എന്താ പിന്നെ അതിന്റെ പേര്? അതിന്റെ പേരാണ് മുർത്തദ്. ആള് പുറത്തായി പോയി. ഒരു നിർബന്ധത്തെ നിസ്സാരവൽക്കരിച്ചു, ഒരു ഹറാമിനെ സൗന്ദര്യവൽക്കരിച്ചു. അതൊന്നും ഇപ്പൊ സംഗതി അങ്ങനെ ഹറാമാകേണ്ടിയില്ല കേട്ടോ. സത്യത്തിൽ ഹറാമാണ്. പക്ഷെ ഇയാളെ വീക്ഷണത്തിൽ ഇയാൾക്കത് ഹറാമായാലും വലിയൊരു ഇഷ്ടക്കേടുണ്ട്, മൂപ്പർക്ക് സഹിക്കാൻ പറ്റണില്ല. എന്താണ് ഇപ്പൊ അല്ലാഹു തആല ഹറാമാക്കിയെന്ന് എനിക്ക് മനസ്സിലാണില്ല. അല്ലാഹ് ഹറാമാക്കിയെന്ന് സ്വീകരിച്ചാൽ പോരെ, വിശ്വസിച്ചാൽ പോരെ? എന്താണ് അല്ലാഹ് ഹറാമാക്കിയത്? അല്ലാഹു തആല ഹറാമാക്കിയ വിഷയങ്ങളല്ലേ? ബന്ധങ്ങളിൽ നിങ്ങൾ നോക്ക്, ബന്ധങ്ങളിൽ വളരെ കർശനമായിട്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ? നോക്കാൻ പറ്റിയവരും പറ്റാത്തവരും, വിവാഹബന്ധം പറ്റിയവരും പറ്റാത്തവരും. ഒരാൾ ചിന്തിക്കണം, എന്താ ഇപ്പൊ അല്ലാഹു തആല സ്വന്തം പെങ്ങളെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ്? അത് കുറച്ച് ക്രൂരായിപ്പോയി. അല്ലാഹ് ഹറാമാക്കിയല്ലേ? ഉദ്യമത്താലിക്കും ഉമ്മഹാത്തുക്കും ബനാത്തുക്കും അഖവാത്തുക്കും, നിങ്ങളെ സഹോദരിമാരെ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, ഓലെ വിവാഹം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരാളെ ബുദ്ധി കൊണ്ട് എന്താ ഇപ്പൊ ഈ പെങ്ങളും മറ്റേ പെണ്ണും രണ്ടും പെണ്ണന്നല്ലേ? യുക്തി. അതും ഒരു പെണ്ണെന്നെയാണ്, ഇതൊരു പെണ്ണെന്നല്ലേ? എന്താ പിന്നെ വ്യത്യാസം? ടോർച്ചടിച്ചിട്ടൊരു വ്യത്യാസം കാണുന്നില്ല. ഇതൊരു പെണ്ണാണ്, അതൊരു പെണ്ണാണ്, രണ്ടും പെൺവർഗത്തിൽപ്പെട്ടതാണ്. അല്ലാഹു തആല നിഷിദ്ധമാക്കിയിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, ആണ് കല്യാണം കഴിക്കുക. ആ നിയമത്തെ തന്നെ ചോദ്യം ചെയ്താൽ മതി, വിവാഹം ചെയ്തോണമെന്നില്ല. ഇസ്ലാം ഔട്ടായി. ഞാൻ ഉദാഹരണം പറയാം. ഇതാ പോലെ നോക്കാൻ പാടില്ല, പോലെ നോക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ അവിടെ? അവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ തഖ്വയുടെ മേൽവിലാസം കിടക്കുന്നത്. നിയമങ്ങൾ സൂക്ഷിക്കുന്നിടത്താണ് യഥാർത്ഥ തഖ്വ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ നിയമങ്ങൾ സൂക്ഷിക്കുന്നതാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി. തഖ്വയുടെ മൊത്തം ഒരു ചുരുക്കം അങ്ങനെ പറയാം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടുക, ചോദ്യം ചെയ്യരുത്. അള്ളാഹു ആ കൽപ്പിച്ചതിൽ മനുഷ്യന് വലിയ സൗന്ദര്യമുണ്ട്, ഗുണമുണ്ട്, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ട്. വജ്തിനാബു നവാഹി, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ കൈവടിയുക, അത് വർജിക്കുക, അതിൽ നിന്ന് ദൂരത്താവുക.
രണ്ട് കാര്യങ്ങളും കൂടുമ്പോഴാണ് തഖ്വയുണ്ടായിത്തീരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ പാകപ്പെട്ട ശരീരവും മനസ്സുമാകണം നമ്മുടെ ശരീരവും മനസ്സും. അപ്പോഴാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, തഖ്വയുടെ ഒരു ഭാഗം നമ്മിൽ വരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ, ഏതെല്ലാം ഭാഗങ്ങളിലൂടെയാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. ആ കൽപ്പനകളെല്ലാം അംഗീകരിക്കാനുള്ള നല്ലൊരു കഴിവ് നേടിയെടുക്കണം. ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ഒരു കഴിവ്. അള്ളാഹു തആല നിർബന്ധമാക്കിയ നിർബന്ധങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അതിന്റെ യുക്തി അന്വേഷിച്ച് പിന്മാറുന്നില്ല. എനിക്കതിന്റെ യുക്തി തിരിയാത്തത് കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചില്ലേ, ഞാനത് അംഗീകരിക്കുന്നു. നിന്റെ ബുദ്ധിയിൽ ഒരു പക്ഷെ അതിന്റെ യുക്തി ഉദിച്ചില്ല, അത് നിന്റെ ബുദ്ധിയുടെ കുറവ് കൊണ്ടാണ്. യുക്തി അന്വേഷിക്കാൻ നിന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുമില്ല. യുക്തി അന്വേഷിച്ച് കിട്ടിയെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് അള്ളാഹു പറഞ്ഞിട്ടുമില്ല. അള്ളാഹു കൽപ്പിച്ചതാണോ, ഞാനത് അംഗീകരിക്കുന്നു. വളരെ അധികം ദേഷ്യം പിടിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ചു മഹാന്മാർ. അള്ളാഹു ഇങ്ങനെയാ കൽപ്പിച്ചത് കൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു ഉമർ തങ്ങളോട്, ഉമർ തങ്ങളെ, വല്ലാഹി മാ തുഅതീനൽ ജസൽ വലാ തഹ്കും ഫീനാ ബിൽ അദ്ൽ. നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത് കൂടുതലായി തരുന്നില്ല. ബൈത്തുൽ മാലിലെ സ്വത്തൊക്കെ നിങ്ങൾ അങ്ങനെ പൂട്ടിവെക്കുകയാണ്. ആരോടാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട്. കണക്കനുസരിച്ച് കൃത്യമായിട്ട് ഓരോ കുടുംബങ്ങളിലേക്കും പൊതുഖജനാവിൽ നിന്ന് സക്കാത്തിന്റെ വിഷയത്തിലും അല്ലാതെയും കൊടുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു ചില്ലിക്കാശ് പോലും ഉമർ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് എടുക്കാറില്ല. അത് അറിയപ്പെട്ട സംഭവമാണ്. ഈ മനുഷ്യൻ വന്നിട്ട് വിമർശനത്തോടെ പറയുന്നു, മാ തുഅതീനാ ബിൽ ജസൽ, നിങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ തരുന്നില്ല, പിശുക്കി വെക്കാണ്. വലാ തഹ്കും ഫീനാ ബിൽ അദ്ൽ, നീതിപരമായി നിങ്ങൾ വിധി നടത്തുന്നില്ല ഉമർ റളിയല്ലാഹുവിനോട്. അപ്പൊ ഉമർ റളിയല്ലാഹുവിനോട് കോപിച്ചു. ആ മനുഷ്യനെ രണ്ട് അടിക്കണം എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹുവിന് എഴുന്നേറ്റപ്പോഴേക്ക് അപ്പുറത്തുനിന്നൊരു സ്വഹാബി പറഞ്ഞു, ഉമർ തങ്ങളെ, അല്ലാഹു തആല പറയുന്നുണ്ട് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വല്ലതും പറയാൻ വേണ്ടി വന്നാൽ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിൽ അനിൽ ജാഹിലീൻ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കണം, നല്ലത് കൽപ്പിക്കണം. വിവരമില്ലാത്ത വിവരദോഷികൾ എന്തെങ്കിലും പറയുമ്പോ അത് നെവർമൈൻഡ് ആയി കളയണം, അത് ശ്രദ്ധിക്കണ്ട, മെയിൻറ്റ് ചെയ്യണ്ട എന്നാ അള്ളാഹു പറയുന്നത്. ആ ആയത്തണ്ട് ഓതിക്കൊടുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു തണുത്തു. അല്ലാഹു തആല എങ്ങനെ പറഞ്ഞൂന്ന് ഒരു സ്വഹാബി ഇപ്പുറത്തുനിന്ന് ഒരു ആയത്ത് ഓതിക്കൊടുത്തപ്പോഴേക്ക് അങ്ങോട്ട് അനുസരിച്ചു. പിന്നെ ഒരു ആക്ഷൻ എടുക്കേ, എന്തെങ്കിലും ആ മനുഷ്യനെ നടപടി എടുക്കൊന്നുമില്ല. വഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, അപ്പറഞ്ഞ അള്ളാഹു കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ ജാഹിലീങ്ങളെ പെട്ട് ഒന്ന് തന്നെ എഴുതും, വിഷയാക്കണ്ടെന്ന്. എന്നാ പോയിക്കോട്ടെ. കണ്ടോ, നമ്മളോട് അങ്ങനെ ഒരു ആയത്തോതിട്ട് ഇങ്ങളെ അള്ള പറഞ്ഞ കടക്കട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞാ നടക്കണത്. അതിലപ്പുറം ഇല്ലില്ല എന്നല്ലേ മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കണ്ട, അതൊക്കെ പരലോകത്തേക്കുള്ളതല്ലേ. അല്ലാഹു തആല പറഞ്ഞ പരലോകത്തേക്കുള്ള, ദുനിയാവിലല്ലേ തഖ്വയും കാര്യങ്ങളൊക്കെ ആർജിച്ചെടുക്കേണ്ടത്. അതിന്റെ സൗന്ദര്യം കാണേണ്ട ലോകമാണ് മരണാനന്തര ലോകം. തഖ്വയുടെ സൗന്ദര്യം ശരിക്ക് കാണേണ്ട ലോകമാണത്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന് വിശുദ്ധ ഖുർആൻ പറയുന്ന അടയാളങ്ങൾ നോക്ക് നിങ്ങൾ. വിശ്വാസപരമായും കർമ്മപരമായും ആത്മീയപരമായും സാമ്പത്തികമായും മുത്തഖീങ്ങളെ പറ്റി അല്ലാഹു തആല ഖുർആനിൽ എണ്ണി പറഞ്ഞപ്പോ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ച 177ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. ലൈസൽ ബിർറാൻ തുവല്ലൂ വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. ലൈസൽ ബിർറാൻ തുവല്ലൂ വജൂഹകും, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്ക് ഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും തിരിക്കുന്നത് മാത്രമല്ല ഗുണമെന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് നിന്നിട്ട് പ്രാർത്ഥന നടത്തി, കിഴക്കോട്ട് നിന്നിട്ട് പ്രാർത്ഥന നടത്തി. സത്യത്തിൽ ആ വിഷയം പറയുന്നത് മദീനയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് ഭാഗത്തേക്ക് നിന്ന് ആരാധിക്കുന്ന ആളുകൾ ക്രൈസ്തവരും ജൂതന്മാരുമാണ്. മദീനയിൽ സഹോദരന്മാരെ പോയവർക്കറിയാം, കിഴക്ക് പടിഞ്ഞാറിലല്ല ഖിബിലയുള്ളത്, നേരെ എതിർദിശയിലാണ്. മദീനയിൽ നമ്മളെ നാട്ടിലെ പോലെയല്ല ഖിബില. നമ്മളെ നാട്ടിലെ ഖിബില പടിഞ്ഞാറേക്കും ഖിബിലയുടെ പിൻഭാഗം കിഴക്കിലേക്കും പറയും.
അവിടെ അങ്ങനെയല്ല, അവിടെ നേരെ തെക്ക് വടക്കിലാണ്. അപ്പൊ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയുന്നത് അത് വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന വേദഗ്രന്ഥക്കാരോട് പറയുന്നു. അതല്ല സത്യത്തിൽ ഗുണമെന്ന് പറയുന്നത്. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. യഥാർത്ഥ ഗുണമെന്താണെന്നറിയോ? ഈമാനാൻ. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു. അതുപോലെ തന്നെ വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചു. വൽ മലായികത്തി, മലക്കുകളെ കൊണ്ടും വിശ്വസിച്ചു. വൽ കിതാബി, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ടും വിശ്വസിച്ചു. വൻ നബിയീൻ, എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിച്ചു. ജൂതന്മാർക്ക് എല്ലാ നബിമാരെയും വിശ്വാസമല്ല, ക്രിസ്ത്യാനികൾക്കും എല്ലാ നബിമാരെയും വിശ്വാസമല്ല. എല്ലാ നബിമാരെയും വിശ്വസിച്ചവരാരാണ്? മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങൾ ഒറ്റ നബിമാർക്കിടയിലും ഭിന്നാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളെല്ലാവരും സാധാരണ എല്ലാ ദിവസവും മോദൽ സുന്നത്തുള്ള 2 ആയത്തുകളിൽ ആദ്യത്തെ ആയത്തിൽ നമ്മൾ പറയാറില്ലേ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. അല്ലാഹുവിന്റെ മുർസലുകൾക്കിടയിൽ ഒരാൾക്കിടയിലും നമ്മൾ വിവേചനം കാണിക്കുന്നില്ല. ഒരു നബിയെ വിശ്വസിക്കും, മറ്റേ നബിയെ തള്ളിപ്പറയും. അങ്ങനൊരു വിശ്വാസം നമുക്കില്ല. നമ്മൾ ഈസാ നബിയെയും വിശ്വസിക്കുന്നു, മൂസാ നബിയെയും വിശ്വസിക്കുന്നു, സർവ്വ അമ്പിയാക്കളെയും വിശ്വസിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കുന്ന ചില ആളുകൾക്ക് ഈസാ നബിയിൽ വിശ്വാസമല്ല. ഈസാ നബിയെ വിശ്വസിക്കുന്ന ചിലർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമില്ല. നമ്മുടെ വിശ്വാസം അങ്ങനല്ല. എല്ലാ നബിമാരെ കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്. ഒറ്റ നബിമാർക്കിടയിലും വിവേചനം കാണിക്കുന്നില്ല. കിതാബുകളെ കൊണ്ട്, എല്ലാ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ഇഞ്ചീൽ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, സബൂർ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, ഫുർഖാനുൽ അലീം കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്, അല്ലാഹു തആല അംബിയാഇന് നൽകിയ ഏടുകളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കിതാബ് കൊണ്ടും വിശ്വസിക്കുന്നുണ്ട്. ഇഞ്ചീൽ കൊണ്ട് വിശ്വസിക്കുന്ന ചില ആളുകൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നില്ല. തൗറാത്ത് കൊണ്ട് വിശ്വസിക്കുന്ന ചില ആളുകൾ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുന്നില്ല. നമ്മളെ വിശ്വാസം അങ്ങനെ എല്ലാ കിതാബുകളെ കൊണ്ടും വിശ്വസിക്കുന്നു, എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. എല്ലാ മലക്കുകളെ കൊണ്ടും നമുക്ക് നല്ല വിശ്വാസമാണ്. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, യഹൂദികൾക്ക് അവർക്ക് വലിയ എതിർപ്പുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീലിനോട് ഭയങ്കര ദേഷ്യാണ് യഹൂദികൾക്ക്. കാരണം എന്താ? ജൂതന്മാരെ സർവ്വ പദ്ധതിയും പൊളിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്ന് പറഞ്ഞു കൊടുക്കല്ലേ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും ആ വിഷയം പോയി പറഞ്ഞു കൊടുക്കാൻ. ജൂതന്മാരല്ലേ സഹോദരങ്ങളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊല്ലാൻ വേണ്ടി എല്ലാ അടവും നോക്കിയത്. ഒരു വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചു. സൽക്കാരത്തിന് വിളിച്ചിട്ട് ആ വീടിന്റെ മേൽക്കൂരയിൽ 2-3 ആളുകളെ നിർത്തി തങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുമ്പോ തലക്ക് കല്ലിടാൻ വേണ്ടി. ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, വന്ന വഴിക്ക് പോകണ്ട, ഈ വഴിക്ക് പോയിക്കോളിയെന്ന്. മറ്റൊരിങ്ങനെ കാത്തു നിന്ന് കല്ലും പിടിച്ചിട്ട്. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ അപ്പുറത്തെത്തിയതാ കാണുന്നത്. ഈ വിവരം വന്ന് പറഞ്ഞു കൊടുത്താരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജൂതന്മാര് സിഹ്ർ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക്. വിവരം വന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഭയങ്കര ദേഷ്യമാണ് ജൂതന്മാർക്ക്. ക്രൈസ്തവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. ഒരു മലക്കളോട് നമുക്ക് ദേഷ്യമില്ല. എല്ലാ മലക്കുകളെ കൊണ്ടും വിശ്വസിക്കുന്നു. അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ സഹോദരന്മാരെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. സത്യത്തിൽ ഇതാണ് ഏറ്റവും വലിയ ഗുണം. വിശ്വസിക്കേണ്ട എല്ലാ മേഖലകളിലും വിശ്വസിക്കണം. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ മലക്കുകളിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, കിതാബുകളിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, നബിമാരിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, യൗമുൽ ആഖിറിൽ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്, അള്ളാഹുവിൽ തികഞ്ഞ വിശ്വാസമില്ലാത്ത കൂട്ടരുണ്ട്.
സുബ്ഹാനല്ലാഹ്, അല്ലാഹുവുമായി ബന്ധപ്പെട്ട് വിശ്വാസരംഗത്ത് വൈകല്യം ബാധിച്ച ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിഭാഗമാണ് മുജസ്സിമത്ത്. അല്ലാഹു തആലാക്ക് കയ്യും കാലും ഒക്കെ ഫിറ്റ് ചെയ്ത വിഭാഗം. റബ്ബ് തആലാക്ക് കൈയുണ്ട്, അല്ലാഹു തആലാക്ക് ഇടത്തെ കൈയുണ്ട്, വലത്തെ കൈയുണ്ട്, ഇങ്ങനെ തുടങ്ങി അല്ലാഹു തആലാക്ക് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അല്ലാഹു തആലാനെ വികലാംഗനായി ചിത്രീകരിക്കുന്ന വിഭാഗം മുജസ്സിമത്ത്. അവര് പേരുകൊണ്ട് മുസ്ലിങ്ങളാണ്, പക്ഷേ പിഴച്ച വിഭാഗക്കാരാണ്. ശരിക്കും മഹാന്മാര് വിശ്വസിച്ച വിശ്വാസം വിശ്വസിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് താബീങ്ങൾ എന്താണോ പഠിപ്പിച്ച വിശ്വാസം അതിൽ നിന്ന് മാറാൻ പാടില്ല. അതിൽ നിന്ന് മാറി ചിന്തിച്ചവരാണ് വികല വിശ്വാസക്കാരായ ആളുകൾ. അവരങ്ങനെ തന്നെ എഴുതുന്നത്. ഇന്നും അവർ എഴുതി വെച്ച പരിഭാഷകൾ, ഖുർആൻ വ്യാഖ്യാനങ്ങൾ എന്നൊക്കെ പേരിൽ ഇറക്കിയതിൽ കാണാം. അതുകൊണ്ടല്ലേ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഇബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. നമ്മൾ എന്താ മഹാന്മാർ നമുക്ക് പകർന്നു തന്ന ആയത്തിലെ തഫ്സീർ എന്താണ്, അർത്ഥം എന്താണ്? അല്ലാഹു തആലാന്റെ പരിശുദ്ധമായ ദാത്ത് അതിവിടെ ശേഷിക്കും. അവര് വെക്കുന്ന അർത്ഥം എന്താ? മുഖം ശേഷിക്കും. മുഖം ശേഷിക്കും എന്ന് പറയുമ്പോൾ ഒരാൾ ചിന്തിക്കൂലേ, കാലില്ല, അതിന്റെ അപ്പുറത്തുള്ളതുമില്ല, കയ്യുമില്ല, അതുപോലെ തന്നെ മാറുമില്ല, എന്ത് മാത്രം? മുഖം മാത്രം, തലയില്ല. അപ്പൊ എന്താ വരിക? ഒരു വൈകല്യമായ ചിന്തയാണല്ലോ വരുന്നത്. മുഖം മാത്രം ശേഷിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ അർത്ഥം വെക്കേണ്ടത് അങ്ങനെയല്ല എന്ന് ഖുർആൻ മുഫസ്സിറുകളൊക്കെ പറഞ്ഞാലും അത് അംഗീകരിക്കൂല. അംഗീകരിക്കാത്തതുകൊണ്ടല്ലേ മലയാളത്തിൽ അങ്ങനെ തന്നെ എഴുതിയത്. പിന്നെ ഖുർആനിൽ വിശ്വാസമുണ്ടോ? നബിമാരിൽ വിശ്വാസമുണ്ടോ? നബിമാരിൽ വിശ്വാസമല്ല. നമ്മളൊക്കെ വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അല്ലെ? മൂസാ നബി അലൈഹിസ്സലാം ഒരു പാറക്കടിച്ചപ്പോ അല്ലാഹു തആല അടിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ഒരു പാറക്കടിക്കാൻ പറഞ്ഞു. ആ പാറയിൽ നിന്ന് എത്ര അരുവികളാ പൊട്ടിയിറങ്ങിയത്? ഫംഫജറത്ത് മിൻ ഹുസ്നത അശ്റത ഐന. 12 അരുവികൾ. ഒരൊറ്റ അടി അടിച്ചിട്ടുള്ളൂ, 12 അരുവികൾ പൊട്ടിയൊലിച്ചു. എന്താ നിരീശ്വരവാദി ചിന്തിക്കുന്നത്? ഒരു പാറമ്മലോ ഒരു അടി അടിച്ചുമ്പോ 12 അരുവിയോ? നോക്ക് നിങ്ങൾ, വിശ്വാസക്കുറവാണ്. ഇന്ന് പൊന്തി മുളച്ചു വരുന്ന വിശ്വാസ ദൗർബല്യം ഞാൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചാൽ പിന്നെ അവന്റെ ഈമാൻ എവിടെ? അടിക്കാൻ കൽപ്പിച്ചതാരാണ്? അടിക്കുന്നതാരാണ്? രണ്ടും മനസ്സിലാക്കണം, രണ്ടും ചിന്തിക്കണം. അടിക്കാൻ കൽപ്പിച്ചത് അല്ലാഹുവാണ്. പാറക്കടിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അല്ലാഹുവാണ്. ആ പാറക്കടിച്ചതോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമാണ്. അതൊരു സാധാരണ വ്യക്തിയല്ല, കലീമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളിൽ വലിയ മഹത്വം കൊടുത്ത ആളുകളല്ലേ. മിൻഹും മൻ കല്ലമല്ലാഹ്. അല്ലാഹു സംവദിച്ച മുർസലീങ്ങൾ അവർ വലിയ മഹത്വമുള്ളവരാണ്. 313 മുർസലീങ്ങളിൽ വ്യത്യസ്ത ഗ്രേഡുള്ള ആളുകളുണ്ട്. അവരിൽ വലിയ ഉന്നതരാണ് അല്ലാഹു തആല സംവദിച്ച മഹാന്മാർ. അതിൽപ്പെട്ട മഹാനാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാമാണ് വടി പിടിച്ച് അടിച്ചത്. അപ്പൊ അത് സാധാരണ ആളല്ല അടിച്ചത്. കൽപ്പനയും സാധാരണ ആളിൽ നിന്നല്ല, അള്ളാഹുവിന്റെ നിശ്ചയത്തോടെയുള്ള കൽപ്പനയാണ്. അതങ്ങ് നിറവേറ്റിയപ്പോൾ ഫംഫജറത്ത് മിൻ ഹുസ്നത അശ്റത ഐന, 12 അരുവികൾ പൊട്ടി ഒഴുകി. 12 ഗോത്രങ്ങൾക്ക്. അപ്പൊ അത് വിശ്വസിക്കാൻ കഴിയാത്ത ആൾക്കാരെങ്ങനെ വിശദീകരിക്കാന്നറിയോ? അത് പൊതുവേ പാറന്റെ അടിയിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വടി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ തുറന്നപ്പോ എന്തായി? 12 നീരുറവ് അങ്ങനെ പൊട്ടി വയ്ക്കുന്നു. കണ്ടാ എങ്ങനെയുണ്ട്? അവര് വിശദീകരിച്ച് കൊളാക്കണത്. കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരൊറ്റ അടി അടിച്ചു. പിന്നിൽ വരുന്ന ശത്രുക്കളിൽ നിന്ന്, ഫിർഔനിൽ നിന്നും, ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും കൂടെയുള്ള വിശ്വാസികളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല പറഞ്ഞു, വൗഹൈനാ ഇലാ മൂസാ അനിദ്രിബ് ബിഅസ്വാക്കൽ ബഹർ. മൂസാ നബി ആ സമുദ്രത്തിൽ ഒരു അടി അടിക്കണം. അടി അടിച്ചപ്പോൾ സമുദ്രം പിളർന്നു. ഒരു പിളർപ്പല്ല, വ്യത്യസ്ത പിളർപ്പുണ്ടായി. എന്നിട്ടോ അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാമും വിശ്വാസികളും രക്ഷപ്പെട്ടു. യുക്തിവാദി പറയുന്നു അതെങ്ങനെയല്ല, നിരീശ്വരവാദി പറയുന്നു അങ്ങനെയല്ല, അള്ളാഹുവിന്റെ ഖുർആനിലും നബിമാരിലും വിശ്വസിക്കാൻ കഴിയാത്തവർ പറയുന്നു അങ്ങനെയല്ല.
പിന്നെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോ അവരെ മറുപടി, മൂസാ നബി അലൈഹിസ്സലാം ആ നാടിന്റെ സാഹചര്യം നല്ലോ അറിയുന്ന ആളാണ്. അപ്പോ ചില ആളിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഇതിലൂടെ ഒഴുകുന്ന പുഴയിൽ ആയം കുറവുള്ളത് ഏതാണെന്ന് കൂടുതലുള്ള ആൾക്കാർക്ക് അറിയല്ലോ. കുളിക്കാൻ പോകുന്നവർക്കും മറ്റേത് പോകുന്നവർക്കൊക്കെ അറിയും. അപ്പൊ അതേപോലെ ആ നാട്ടിന്റെ സാഹചര്യം അറിയുന്ന മൂസാ നബി അലൈഹിസ്സലാം നല്ലോണം ഒഴുക്ക് കുറവുള്ള കൂടുതൽ വെള്ളമില്ലാത്ത സ്ഥലത്ത് കൂടെ ആ വടികൊണ്ടൊന്ന് ഇങ്ങനെ കുത്തി കുത്തി പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാണ്. എന്താ കാരണം? നബിമാരുടെ മുഅ്ജിസത്തുകൾ വിശ്വസിക്കാൻ കഴിയൂല. അതാ പറഞ്ഞതിന്റെ അർത്ഥം. നബിമാരുടെ മുഅ്ജിസത്തുകൾ വിശ്വസിക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്നില്ലേ സഹോദരങ്ങളെ? ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗല്ലേ? നമ്മളാരോ കണ്ടിടണോ? നമ്മളാരോ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ പറയും, നമുക്ക് പറയാലോ. ജിന്ന് എന്ന് പറഞ്ഞൊരു വിഭാഗല്ലേ? ഉണ്ട് എന്നല്ലേ അള്ളാഹുത്താല പറയുന്നത്. അള്ളാഹുത്താല നമ്മളോട് പഠിപ്പിച്ചു ജിന്ന് എന്നൊരു വിഭാഗം ഉണ്ട്. മനുഷ്യരെ മുമ്പ് അള്ളാഹുത്താല ഭൂമിയിൽ പടച്ചുവിട്ട ജിന്നുകളെയാണ്. വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഭൂമിയിൽ ജീവിച്ചവരാണ് അവര്. അവരുടെ ജീവിതത്തിന്റെ ശൈലി നോക്കിയിട്ടാണ് മലക്കുകൾ അള്ളാഹുത്താലയോട് ഒരു അന്വേഷണം ചോദിച്ച, അള്ളാഹുവേ, കുറെ ആളുകൾ ഇപ്പൊ ഭൂമിയിലുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതേപോലത്തെ ഒരു വിഭാഗത്തെയാണോ ഇനിയും ഭൂമിയിൽ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നത്? ഒരു അന്വേഷണം, ഒരു വിശദീകരണം മലക്കുകൾ ചോദിച്ചല്ലോ. അപ്പൊ ആ ജിന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെ ഒരു വിഭാഗം തന്നെ അല്ല എന്നാണ് യുക്തിവാദികൾ. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ തലമുറ അല്ല. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം പരിഭാഷയൊക്കെ എഴുതിയ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളായ ബിദ്അത്തുകാര് അവര് പറയുന്ന ജിന്നുകൾ എന്താണെന്നറിയോ? അവര് പറയുന്നത് ഓർക്ക് നേർക്ക് നേരെ കണ്ടതേ ഒരു വിശ്വസിക്കുള്ളൂ, കാണാത്തൊന്നും വിശ്വസിക്കൂല. അപ്പൊ അവര് പറയുന്നത് ഈ ജിന്നുകൾ എന്ന് പറഞ്ഞ സത്യത്തില് അത് ചില അണുക്കളാണെന്ന് അവര് പറയുന്നത്, ബാക്ടീരിയ. എന്താ പിന്നെ അവരോട് നമ്മൾ പറയാം? വലിയ ഒരു സമൂഹത്തെ മൊത്തം ഒരു ബാക്ടീരിയയിൽ ചുരുക്കി. വിശ്വാസ ദൗർബല്യമാണ്, വേറൊന്നുമല്ല. എന്നിട്ട് അവർ അർത്ഥം വെക്കുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അവിടെ ആൺ ബാക്ടീരിയ, പെൺ ബാക്ടീരിയ. ആൺ പിശാചുക്കൾ, പെൺ പിശാചുക്കൾ എന്നാണ് അഗ്രേസരരായ പണ്ഡിതന്മാര് മുഴുവനും പഠിപ്പിച്ചത്. അവര് പറയുന്നു അങ്ങനെയല്ല. എന്താ കാരണം? വിശ്വസിക്കാൻ കഴിയില്ല. അവരവരുടെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് നോക്കിയിട്ട് കാര്യങ്ങൾ വിലയിരുത്തും. അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. വിശ്വസിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചതൊക്കെ വിശ്വസിക്കണം. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ വിശ്വസിക്കണം. മഹാന്മാര് വിശ്വസിച്ചതുപോലെ, പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ മലക്കുകളെയും വിശ്വസിക്കണം, കിതാബുകളെയും വിശ്വസിക്കണം. അവരാണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുന്ന ആളുകൾ. അപ്പൊ വിശ്വാസ രംഗത്തൊരു കുറവും ഇല്ല. രണ്ടാമതായി അവരെ സാമ്പത്തികമായ ക്രിയവിക്രയങ്ങളിൽ അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ. വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീന വബ്നസ് സബീലി വസ്സായിലീന വഫിർ റിഖാബ്. സമ്പത്ത് ചെലവഴിച്ചു അലാ ഹുബ്ബിഹി, ആ സമ്പത്ത് ആവശ്യമുള്ളതോടുകൂടെ തന്നെ. സ്വന്തത്തിന് പല കാര്യത്തിനും സമ്പത്ത് ആവശ്യമുണ്ട്. പക്ഷേ തന്റെ ആവശ്യം അവിടെ നിൽക്കട്ടെ, അതിനേക്കാൾ അപ്പുറം ആവശ്യം മറുഭാഗത്തുണ്ട്. ദവിൽ ഖുർബാ, കുടുംബക്കാർക്ക് ചെലവഴിച്ചു. വല്ലതആമാ, യതീമുകൾക്ക് ചെലവഴിച്ചു. വൽ മസാകീൻ, മിസ്കീന്മാർക്ക് ചെലവഴിച്ചു. വസ്സായിലി വബ്നസ് സബീൽ, യാത്ര പോകുന്ന ആളുകൾക്ക് ചെലവഴിച്ചു. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ടിക്കറ്റിന് പണമില്ല. ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് കൊടുത്ത് സഹായിച്ചു. ഒരാൾക്ക് വിസക്ക് വേണ്ടി പോകാൻ ആഗ്രഹമുണ്ട്, പലരോടും ചോദിച്ച് കാശില്ല. കാശ് കൊടുത്തയാളെ സഹായിച്ചു, സഹകരിച്ചു. വബ്നസ് സബീലി വസ്സായിലീൻ, യാചനക്ക് അർഹതയുള്ള ഒരുപാട് യാചകന്മാരുണ്ട് ഇസ്ലാമിൽ. എല്ലാവരും ഒരുപോലെയല്ലല്ലോ സഹോദരങ്ങളെ. കഴിവ് കുറഞ്ഞ ആളുകളുണ്ട്. യാചനക്ക് അർഹതയുള്ള ആളുകൾക്കും കൊടുത്തു. വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിൽ അന്നത്തെ സമ്പ്രദായം. ഇന്നത്തെ അവസ്ഥയിലോ കുടുങ്ങിക്കഴിയുന്ന ആളുകളുണ്ട്, നിരപരാധികൾ. കേസിലും മറ്റും പെട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തു സഹായിച്ചു. ഇതൊക്കെ സാമ്പത്തിക രംഗത്തുള്ള ഒരു ശുദ്ധീകരണം. ഇതും തഖ്വയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വന്തത്തിന് ആവശ്യമുണ്ടായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആവും വിധം സഹായിച്ച, സ്വതക്ക ചെയ്ത ആളുകൾ പഴയകാലത്ത് ആ സ്വതക്ക കൊണ്ട്, അവരെ തഖ്വന്റെ ഊക്കുകൊണ്ട് സുബ്ഹാനല്ലാഹ്
കൊടുത്ത സ്വതക്ക കൊണ്ട് ധാരാളം നന്മകൾ ജീവിതത്തിൽ കിട്ടി. സ്വന്തം ആവശ്യമുണ്ടായിട്ടും ആവശ്യം നിർത്തിവെച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സ്വതക്ക കൊടുത്തവരുണ്ട്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാം യാഫി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നു, ഒരു വലിയ ചരിത്രം കാണാം. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവും ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹും രണ്ട് മഹാന്മാര്. അവര് പരസ്പരം കൂട്ടുകാരാണ്. അവര് പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ബസറയിലൂടെ ഒരു സഞ്ചാരമാണ്. ഞങ്ങൾ അങ്ങനെ നടന്നു നീങ്ങുമ്പോ ഞങ്ങളൊരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിന്റെ പണി നടക്കുകയാണ്. അവിടെ കൊട്ടാരത്തിന്റെ പണിക്ക് നേതൃത്വം നൽകുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ട്. പണിക്കാരോട് പല ഭാഗങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്. മാ റഅയ്തു അഹ്സന വജ്ഹം മിൻഹു. ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറയുന്നു, ആ ചെറുപ്പക്കാരനേക്കാൾ നല്ല സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നല്ല മുഖഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങളെ സജീവമാക്കി നോക്കി. ഓരോ തൊഴിലാളികളെയും ഓരോ ഭാഗത്തേക്ക് വിടുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചു പറയുന്നു, ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറയുന്നു, സുഹൃത്തേ, ആ ചെറുപ്പക്കാരനെ ഒന്ന് നോക്കൂ. നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാണ്. നല്ല സന്തോഷത്തോടെ ഈ ബിൽഡിംഗ് അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിനെക്കാളും നല്ല ആവശ്യമുള്ള ഒരു ബിൽഡിംഗ് സ്വർഗത്തിൽ കൊടുക്കാമെന്ന ചെറുപ്പക്കാരനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ. ജാഫർ ബിൻ സുലൈമാൻ തങ്ങൾ പറഞ്ഞു, എന്തിനാ നിങ്ങൾക്ക് പണം? ഒരുപാട് ആവശ്യക്കാര് നാട്ടിലുണ്ട്, മിസ്കീന്മാര് ധാരാളം ഉണ്ട്, രോഗികൾ എത്രയോ ഉണ്ട്, അവശത അനുഭവിക്കുന്നവരുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ആ ചെറുപ്പക്കാരനൊന്ന് തന്നാൽ ഫലഅല്ലഹു യജ്അലുഹു മിൻ ശബാബി അഹ്ലിൽ ജന്ന. ചെറുപ്പക്കാരൻ നമ്മൾ പറയുന്ന ഉപദേശമനുസരിച്ച് സമ്പത്ത് തന്നാൽ ഒരുപക്ഷേ സ്വർഗത്തിലുള്ള യുവാക്കളെ കൂട്ടത്തിൽപ്പെട്ടാലോ. പറഞ്ഞു നോക്കിയാലോ നമുക്ക്. ജാഫർ ബിൻ സുലൈമാൻ പറഞ്ഞു, നമ്മളൊന്ന് പോയി നോക്കുക. അദ്ദേഹം തിരക്കിട്ട പണിയിലാണ്. ഞങ്ങൾ ചെന്നു. ജാഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ സലാം പറഞ്ഞു, സലാം മടക്കി. പക്ഷേ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പരിചയമില്ല. പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു, ചോദിച്ചു, അലക ഹാജത്തുൻ, വല്ല ആവശ്യവുമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. മഹാനവറുകൾ, കം നവൈത അൻ തുൻഫിഖ അലാ ഹാദൽ ഖസ്രി, ഈ കൊട്ടാരം നിർമ്മിക്കാൻ എത്രയാ നിങ്ങൾ ചെലവ് കണക്കാക്കുന്നത്? ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു, 100,000 ദിർഹമിൻ, 1,00,000 ദിർഹമാണ് ചെലവ് ചെയ്യുന്നത്. ഇന്നത്തെ 1,00,000 അന്നത്തെ 1,00,000. ഇന്നത് കോടികൾ എത്രയോ വരച്ചു കൂട്ടേണ്ടതുണ്ട്. 1,00,000 ദിർഹമാണ് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, അലാ തുഅ്തീനി ഹാദൽ മാൽ, ഈ 1,00,000 ദിർഹം എനിക്ക് തരുമോ? അത് ഉപയോഗിക്കേണ്ട മേഖലയിൽ ഞാനങ്ങ് ഉപയോഗിക്കാം. വഅദ്മനു ലക അലല്ലാഹി അസ്സ വജല്ല ഖസ്റൻ ഫിൽ ജന്നതി ഖൈറൻ മിൻ ഹാദൽ ഖസ്രി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ജാമ്യം തരാം. സ്വർഗത്തിൽ ഈ കൊട്ടാരത്തെക്കാളും നല്ലൊരു കൊട്ടാരം അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് തരുമെന്ന് ഞാനും ജാമ്യം നിൽക്കാം. ആ കൊട്ടാരത്തിൽ ഇതുപോലെയല്ല, സദാസമയത്തും പരിപാലകരുണ്ട്, ഒരിക്കലും നശിച്ചു പോകാത്ത കുബ്ബകളുണ്ട്, സൗന്ദര്യം തകർന്നു പോകാത്ത ഖൈമകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഖൈമകളോ മുറസ്സഅത്തും ബിൽ ജവാഹിരി, രത്നങ്ങളാണ് അതിന്റെ 4 ഭാഗത്തും കൊത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത്. തുറാബുഹു സഅഫറാൻ, ആ കൊട്ടാരത്തിലെ മണ്ണ് നല്ല കുങ്കുമമുള്ള നല്ല മാർദ്ദവമാർന്ന മണ്ണാണ്. അതേ വമിലാത്തുൽ മിസ്കൂ, ആ മണ്ണിൽ നിന്ന് സദാ അടിച്ചു വീശുന്നത് കസ്തൂരിയാണ്. നിങ്ങൾ തരികയാണെങ്കിൽ ഏറ്റവും നല്ല സന്തോഷമാണ്. ഈ കൊട്ടാരം ഒരു കാലത്തും തകർക്കപ്പെടുകയില്ല. അതേ, ആ കൊട്ടാരത്തെ നിർമ്മിച്ചത് ഇവിടെയുള്ളൊരു നിർമ്മാതാവിന്റെ കയ്യുമല്ല, ഒരു എഞ്ചിനീയറിന്റെ പ്ലാനുമല്ല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയപ്രകാരമുണ്ടായതാണ്. നിങ്ങളെ കൊട്ടാരത്തിന് ഒരു പ്ലാനിങ്ങുകാരനുണ്ട്, അതിനൊരു കോൺട്രാക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, വിവിധ പണിക്കാരുണ്ട്. ഒരൊറ്റ ആളെ കയ്യും തൊടാത്ത ഒരു കൊട്ടാരമാണ്. അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നിർമ്മിതമായതാണ്.
ചെറുപ്പക്കാരൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഇന്നത്തെ രാത്രി ഒന്ന് അവധി തരണേ. വബക്കിർ അലയ്യ ഗദാ, നാളെ രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് വരണേ. ഇന്നത്തെ രാത്രി ഒന്ന് ചിന്തിക്കാൻ എനിക്കൊരു ചെറിയ ടൈം തരണം. ഒരു വലിയ കൊട്ടാരം, 1,00,000 ദിർഹമിന് ഒരു കൊട്ടാരം നിർമ്മിക്കുന്ന ചെറുപ്പക്കാരനോട് ആ കൊട്ടാരത്തിന് ചെലവഴിക്കുന്ന 1,00,000 ദിർഹം ഇങ്ങോട്ട് തന്നാൽ അതെന്ത് ചെയ്യും? ആ 1,00,000 ദിർഹം അത് കൊടുക്കേണ്ട എല്ലാ ആളുകളിലേക്കും, നേരത്തെ പറഞ്ഞ മിസ്കീന്മാര്, അനാഥകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, കടബാധ്യതയുള്ള ആളുകൾ, കുടുങ്ങി നിൽക്കുന്ന യാത്രക്കാർ തുടങ്ങി വിവിധ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കും. പകരം നിങ്ങൾക്ക് ഇവിടെ ആ കൊടുത്തതിന് പകരം വേറെ കിട്ടും. അതിനോടൊപ്പം സ്വർഗത്തിൽ നല്ല ഒരു കൊട്ടാരവും തരാം. അങ്ങനെ ഈമാനോടെ ഇഖ്ലാസോടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കൊടുക്കാനൊരു മടി ഉണ്ടാകൂല. ഓലെ ഈമാന്റെ തഖ്വന്റെ ഊക്കാൻ അവര് കൊടുത്തു പോകും. നമ്മുടെ നാട്ടിലും ഇനി ആവശ്യങ്ങളും മറ്റൊക്കെ പറഞ്ഞ് നിങ്ങളോട് അപേക്ഷിക്കുമ്പോൾ നല്ലോണം കൊടുക്കണം. ഇപ്പൊ തന്നെ കണക്ക് കൂട്ടി വെച്ചോളൂ, നാളെ സ്വർഗത്തിലേക്ക് എത്രയാണ് കൊടുക്കേണ്ടത്. ഇന്ന് ഞാനൊന്നും ചോദിക്കുന്നില്ല, ചോദിക്കേണ്ട ടൈം വരുമ്പോഴേ സമാപനത്തിലൊക്കെ. ഇനിയിപ്പോൾ അന്ന് നേരത്തെ കണക്ക് കൂട്ടിയിട്ട് അന്നെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പതുക്കെ ഒന്ന് സലാമത്താകാൻ നോക്കണ്ട. അന്ന് നല്ല ഉഷാറിൽ സ്വർഗത്തിൽ കിട്ടണം എന്നുള്ള നിയ്യത്തോടെ നല്ലോണം കൊടുക്കണം. സഹോദരങ്ങളും കൊടുക്കണം, സഹോദരിമാരും കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ മുമ്പ് വയല് നടത്തിയപ്പോഴേ ഇങ്ങനെയല്ല ഇവിടുത്തെ അവസ്ഥ. ഒന്നും മുറ്റൊന്നും ഇങ്ങനെ ആയില്ല അല്ലേ? ഇല്ല. അപ്പൊ കണ്ടങ്ങൾ സന്തോഷത്തോടെ അൽഹംദുലില്ലാ നല്ല റാഹത്തുള്ള. അന്ന് വണ്ടി ഇങ്ങോട്ട് കയറുന്ന കോലത്തിലല്ല തോന്നുന്നുണ്ട്, അല്ലല്ലോ? വണ്ടി വരുമോ? ആ, പക്ഷെ മുറ്റൊന്നും ഇങ്ങനെ ആയില്ല. ഇനിയിപ്പോ ഒരു പന്തലിന്റെ കുറവും കൂടി ഉണ്ട് അല്ലേ? ആ, സ്റ്റേജ് ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ശരിയായിക്കോളും. ഒരു പന്തല് എന്നുള്ള പന്തലുണ്ടായാൽ അതിപ്പോ ഇങ്ങനെ ഉദ്ദേശം നടത്തിയാൽ മതി, സെറ്റ് കൊടുത്ത് വെച്ചാൽ മതിയല്ലോ. സ്റ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒക്കെ ആകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മളല്ലേ ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത്. ഒക്കെ അള്ളാഹു കബൂലാക്കി തരട്ടെ. നല്ല നീയത്തോടെ കൊടുക്കാൻ ഇവിടുന്നല്ലേ പറ്റുള്ളൂ. നാളെ കൊടുക്കാനൊക്കെ എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും, പക്ഷെ ആരും വാങ്ങൂല. ആർക്കോട്ട് വേണ്ടേനു ഇന്നിപ്പോ കൊടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴേ കൊടുക്കാൻ കഴിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ കഴിയൂലല്ലോ. കുറെ ആഗ്രഹങ്ങൾ അയാളുണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അതുകൊണ്ട് എന്താ കാര്യം? ആഗ്രഹങ്ങൾ കഴിവിന്റെ പരമായ ആഖിറത്തിലേക്കുള്ള ആഗ്രഹങ്ങൾ വീട്ടിയിട്ട് മരിച്ചു പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിലേക്ക് നമ്മൾ ഉദ്ദേശങ്ങൾക്കൊക്കെ അള്ളാഹു തആല പൂർത്തീകരണം നൽകുമാറാകട്ടെ.